എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഇപ്രകാരമാണത് പറയുന്നത്: ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ ചെന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോടവൻ ഈ ഉപമ പറഞ്ഞു: നിങ്ങളിലൊരാൾക്ക് 100 ആട് ഉണ്ട് എന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3 നഷ്ടങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന അധ്യായമാണ്. കാണാതെ പോയ ആടിനെക്കുറിച്ചും കാണാതെ പോയ ദ്രമ്യയെക്കുറിച്ചും അതുപോലെ തന്നെ കാണാതെ പോയ മകനെക്കുറിച്ചുമൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഈ അധ്യായം ക്രൈസ്തവരായ പ്രിയപ്പെട്ടവർ പലവട്ടം വായിക്കുകയും അവരുടെ ജീവിതത്തിൽ വളരെ ഉത്തേജനം നൽകപ്പെടുകയും ചെയ്തിട്ടുള്ള വേദഭാഗങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, 15-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു ഒരു കൂട്ടം ആളുകളോട് സംസാരിക്കുന്നതായി കാണാൻ കഴിയുന്നു. യേശുവിനെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും ആളുകളോട് സംസാരിക്കുവാൻ, ആളുകളോട് പ്രതിവചിക്കുവാൻ, ഏത് വെല്ലുവിളികളെയും ഏറ്റെടുക്കുവാനുള്ള തൻ്റെ ഇടം ക്രിസ്തുവിനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സവിശേഷകരമായ സംഗതിയാണ്. ഇവിടെ പറയുന്നത് ദ ലോസ്റ്റ് ഷീപ്പ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആട്. ജീസസ് റെസ്പോൺസ് ടു ആൻ അക്യൂസേഷൻ ഫ്രം ദ ഫാരിസീസ്. പരീശന്മാരുടെ അവർ കൈചൂണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു വർത്തമാനത്തിനെതിരെയുള്ള ഒരു പ്രതിവചനമായി അല്ലെങ്കിൽ ഒരു സംസാരമായിട്ട് നമുക്ക് ഈ വേദഭാഗത്തെ കാണാൻ കഴിയുന്നു. ഇവിടെ പറയുന്നത് Then all the tax collectors and sinners drew near to him to hear him. ചുങ്കക്കാരും പാപികളും അവനെ കേൾക്കാൻ അവൻ്റെ അരികിലേക്ക് എത്തി. And the Pharisees and scribes complained. ഇവിടെ പരീശന്മാരും ശാസ്ത്രിമാരും കംപ്ലൈൻ ചെയ്യുകയാണ്. അവരെന്താണ് പറയുന്നത്? This man receives sinners and eats with them. ഈ മനുഷ്യൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷണം പങ്കിടുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള വളരെ ഗൗരവതരമായ ഒരു കുറ്റമാണിവിടെ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെതിരെ ഇവിടെ ഉയർത്തുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ കെട്ടിപ്പടുക്കാൻ വന്നയാളല്ല യേശു. മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹിക നേതാവായി നമുക്കൊരിക്കലും യേശുവിനെ കാണാൻ കഴിയില്ല. യേശു ഒരു മനുഷ്യൻ എന്നതിലുപരി തൻ്റെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് തന്നെ അയച്ചു എന്നുള്ള കൃത്യമായ ബോധ്യവും, എന്തിനാണ് താൻ അയക്കപ്പെട്ടത്, അയക്കപ്പെട്ട വേല എന്താണെന്ന് കൃത്യമായുള്ള അറിവും യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്നു. ഇവിടെ പരീശന്മാർ പറയുന്നത് അവൻ പാപികളോടുകൂടെ ഇടപെടുന്നു, ചുങ്കക്കാരോടുകൂടെ ഇരിക്കുന്നു, അവരോടൊപ്പം ആഹാരം കഴിക്കുന്നു. ഇവിടെ നമുക്ക് യേശു കർത്താവിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിലനിൽക്കുന്ന സംവിധാനങ്ങളെ കീറിമുറിക്കുന്ന, നിലനിൽക്കുന്ന സംവിധാനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്
ഒരു പുതിയ സംവിധാനത്തെ, മനുഷ്യന് ഉതകുന്ന, മനുഷ്യത്വത്തിന് ഉതകുന്ന ഒരു പുതിയ സംവിധാനത്തെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തുന്ന യേശുവിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിൻ്റെ വരവ് വരെ, അല്ലെങ്കിൽ പുതിയ നിയമം തുടങ്ങുന്ന സമയം വരെ ഇത്തരം കാര്യങ്ങളൊന്നും ആരും അഡ്രസ്സ് ചെയ്തിരുന്നില്ല. ഇങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് ആരും അഡ്രസ്സ് ചെയ്തിരുന്നില്ല. കുഷ്ഠരോഗികൾ മുമ്പേ ഉണ്ടായിരുന്നു, പാപികളുണ്ടായിരുന്നു, വേശ്യകളുണ്ടായിരുന്നു, രോഗികളുണ്ടായിരുന്നു. മോശയുടെ ന്യായപ്രമാണം ഒന്നും തന്നെ ഈ ആളുകളുടെ വളർച്ചയ്ക്ക് വേണ്ടി, അല്ല ഈ ആളുകളുടെ പുരോഗതിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കുമ്പോൾ, പുതിയ നിയമം വായിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പഴയ നിയമം നൽകാത്ത, പഴയ നിയമം ഏർപ്പാട് ചെയ്യാത്ത ഒരു പുതിയ വിപ്ലവത്തിൻ്റെ തുടക്കമാണ് ക്രിസ്തു പുതിയ നിയമത്തിൽ തുടങ്ങി വെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ക്രിസ്തുവിൻ്റെ ജനനം തന്നെ ഒരു വിപ്ലവമായിരുന്നു. അവൻ ആത്മാവിനാലാണ് ജനിക്കപ്പെട്ടത്. പുരുഷന്റെ ഇഷ്ടത്താലല്ല അവൻ പിറവിയെടുത്തത്. കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ആത്മാവിനാൽ ജനിക്കപ്പെട്ട ക്രിസ്തു തികച്ചും ഒരു വിപ്ലവത്തിൻ്റെ വക്താവായി, അന്ന് വരെ കാണാത്ത ഒരു വലിയ മാറ്റത്തിൻ്റെ വഴിതെളിക്കുന്നയാളായിട്ടാണ് നമുക്ക് യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് കുഷ്ഠരോഗികളുണ്ട്. കുഷ്ഠരോഗികൾക്കൊരിക്കലും അവരുടെ പ്രശ്നത്തെക്കുറിച്ച് പറയാനൊരു വേദി ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രശ്ന പരിഹാരത്തെക്കുറിച്ച് പറയാനൊരു വേദി ഉണ്ടായിരുന്നില്ല. പാപികൾ ഉണ്ടായിരുന്ന മുൻപേ അവർക്ക് അവരുടെ പാപത്തെക്കുറിച്ച് സംസാരിക്കാൻ, വിചിന്തനം ചെയ്യാൻ ഒരിടമുണ്ടായിരുന്നില്ല. വേശ്യകൾ മുമ്പേ ഉണ്ടായിരുന്നു, എന്നാൽ അവർക്കും അവരുടെ വിഷയങ്ങളെ കൃത്യമായി അപഗ്രഥിക്കാൻ, അല്ലെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഒരു വേദി ഉണ്ടായിരുന്നില്ല. രോഗികളും ഉണ്ടായിരുന്നു, അവർക്കും അവരുടെ വിഷയങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്യുവാൻ, കൃത്യമായി അഭിസംബോധന ചെയ്യുവാൻ, അഡ്രസ്സ് ചെയ്യുവാൻ ഒരു വേദി ഉണ്ടായിരുന്നില്ല. എന്നാൽ 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചവനായ ക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ മനുഷ്യർക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന പാകത്തിന് വളരെ വിശാലമായ ഒരു ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ഉടമയായിട്ടാണ് നമുക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും നമ്മുടെ ഇടയിൽ ആളുകളെ വേർതിരിച്ച് നിർത്തുന്ന വലിയൊരു കൂട്ടം സമൂഹമുണ്ട്. നിറത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർഗീയതകളുടെ പേരിൽ, ബന്ധങ്ങളുടെ പേരിലൊക്കെ ആളുകളെ മാറ്റി നിർത്തി, ഒറ്റപ്പെടുത്തി, അരികുവൽക്കരിക്കപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഇന്നും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യവത്തായൊരു സന്ദേശമുള്ളത്, നിങ്ങളുടെ വിഷയങ്ങൾക്ക്, നിങ്ങളെന്ന വ്യക്തിക്ക് യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സ്പേസ് ഉണ്ട്, ഇടമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കുഷ്ഠരോഗികളെന്നും കുഷ്ഠരോഗികൾ തന്നെയാണ്, പാപികളെന്നും പാപികൾ തന്നെയാണ്. കുറെ യാഗങ്ങൾ നടത്തപ്പെടുന്നു, കുറെ ആരാധനാക്രമങ്ങളുണ്ട്, കുറെ ആചാരങ്ങളുണ്ട്. എന്നാൽ മനുഷ്യന്റെ മനസ്സിലേക്ക്, മനുഷ്യന്റെ മനുഷ്യത്വത്തെ സ്പർശിക്കുന്ന യാതൊന്നും തന്നെ മോശയുടെ ന്യായപ്രമാണത്തിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ക്രിസ്തു പുറപ്പെട്ടു വരുന്നത് പഴയതിനെ സൃഷ്ടിക്കാനല്ല, മറിച്ച് പഴയതിൻ്റെ പോരായ്മകളെ മാറ്റി പുതിയ ഒരു സംവിധാനത്തിലേക്ക്, ജനങ്ങളെ ഉൾക്കൊള്ളുന്ന, മനുഷ്യനെ മനസ്സിലാക്കുന്ന, മനുഷ്യത്വത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു പുതിയ സംവിധാനത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്താനാണ് ക്രിസ്തു വന്നത്. നമുക്കറിയാം, യേശു അവരോട്, പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഒരു ഉപമ അവരോട് പറയുന്നതാണ് നമ്മൾ വായിച്ച വേദഭാഗം. ശ്രദ്ധിച്ചാട്ടെ. നമുക്കറിയാം, അതിനു മുൻപുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ, പാപിയായ ഒരു മനുഷ്യന്റെ അരികിലേക്ക് ആരും തന്നെ പോകില്ല. ന്യായപ്രമാണത്തിന്റെ അരികിലേക്ക് അവന് വരാൻ റൈറ്റില്ല. ന്യായപ്രമാണം വായിക്കാൻ അവന് റൈറ്റില്ല. അവൻ പാപിയായി മുദ്രകുത്തി അവനെ മാറ്റുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരു കൂട്ടം ആളുകൾ യേശുവിനെ കേൾക്കാൻ യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ യേശു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു മനുഷ്യന്
100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് പോയാൽ ഈ ഇടയൻ എന്ത് ചെയ്യും? 99 ഒരു വഴിയിൽ ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയതിനെ തേടിപ്പോവുകയും കണ്ടുകിട്ടിയ ശേഷം സകല ആളുകളെയും വിളിച്ച് വലിയ സന്തോഷത്തിൻ്റെ വേദി ഉളവാക്കുകയും ചെയ്യുമെന്നുള്ള പരമപ്രധാനമായ സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് ഇവിടെ ക്രിസ്തു പറയുന്നത്. ശ്രദ്ധിച്ചാട്ടെ, ഇഫ് ഹി ലോസസ് വൺ ഓഫ് ദം, അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ, നമുക്കറിയാം ഒരു ഇടയനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവർ ആടുകളുമായി സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ആടുകളുടെ എണ്ണത്തിന് കുറവ് വരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലുമൊക്കെ ആടുകൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലുമൊക്കെ ആടുകൾ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ ഇടയൻ്റെ അടുക്കൽ ഒറ്റപ്പെട്ടു പോകാത്ത 99% ആടുകളും ഉള്ളപ്പോൾ അറിയാവുന്നൊരു കാര്യം, ഈ 99 ഉപേക്ഷിച്ചിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ ഒന്നിൻ്റെ പുറകെ പോകേണ്ട ആവശ്യം ഇടയനില്ല. കാരണം 99% ആളുകളും വളരെ സേഫാണ്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടപ്പെട്ടു പോയ ഒന്നിൻ്റെ പിന്നാലെ സഞ്ചരിക്കാതെ ഈ 99 ചേർത്ത് നിർത്താനുള്ള മനസ്സായിരിക്കും പലപ്പോഴും ഇടയനുണ്ടാകുന്നത്. എന്നാൽ ഈ ഒരു ഉപമയിൽ കൃത്യമായി പറയുന്നത്, എപ്പോഴാണ് ഇടയന് സന്തോഷമുണ്ടാകുന്നത്? നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടിപ്പോയി കണ്ടെത്തി മടക്കിക്കൊണ്ടുവരുമ്പോഴാണ് ഇടയന് വലിയ സന്തോഷം ഉണ്ടാകുന്നത്. ആടുകളെ പറ്റി നാം പരിശോധിക്കുമ്പോൾ, ആടുകൾ ഇടയൻ വിളിക്കുന്നയിടത്തേക്ക് വരുന്ന സ്വഭാവമുള്ള ജീവികളല്ല. പലപ്പോഴും ഇത് ഇടയനെതിരെ ഓടിപ്പോകുന്ന സ്വഭാവമുള്ള ജീവികളാണ് ആടുകൾ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എപ്പോഴും അവർ ചൂസ് ചെയ്യുന്നത്. എവിടെയാണ് ഒരു കൂട്ടം ആടുകളുള്ളത്, ആ ആടുകളിൽ നിന്ന് ഓടിപ്പോകാൻ ഇഷ്ടമുള്ള ആടിനെ സംബന്ധിച്ച് ആ ആട് എപ്പോഴും കൂട്ടത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഓടി അതിൻ്റെ എതിർ ദിശയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നൊരു കാര്യം, 99 കയ്യിലുള്ളപ്പോഴും ദിസ് shepherd will go after the one which is lost until he finds it. കണ്ടെത്തും വരെ നഷ്ടപ്പെട്ടു പോയ ആ ആടിൻ്റെ പിന്നാലെ ഇടയൻ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഷ്ടപ്പെട്ടു പോയ ആടിന് തന്നെത്താൻ രക്ഷിക്കാനുള്ള കഴിവ് അതിനില്ല. അതിന് ഒരു ഇടയൻ്റെ ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ പലപ്പോഴും വിശ്വാസികളായ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ആളുകളെ കണ്ട്, നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ കണ്ട്, പിന്മാറിപ്പോയ ആളുകളെ കണ്ട് നമ്മുടെ ഉള്ളിൽ പരിഹസിച്ച്, അവർക്കെതിരെ സംസാരിച്ച് അവരെ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്മാറിപ്പോയ ആളിനെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് ഇടയൻ്റെ ആവശ്യമുണ്ട്. നമ്മളുടെ വളരെ നിരാശാജനകമായ, വളരെ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആടിന് ഇടയൻ്റെ അരികിലേക്ക് വരാനുള്ള സാധ്യതകളുടെ വാതിലുകളാണ് നമ്മൾ അടയ്ക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഒരിക്കലും നമ്മൾ അതിവിശുദ്ധന്മാരാണ് എന്ന് ചമയേണ്ട ആവശ്യമില്ല. എല്ലാം നേടിയെടുത്തു എന്ന് ചമയേണ്ട ആവശ്യമില്ല. സ്വർഗം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്ന് 100% പരിപൂർണമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കും പോരായ്മകളുണ്ട്, നമുക്കും ബലഹീനതകളുണ്ട്. നമ്മുടെ ജീവിതത്തിലും മാനുഷികമായ പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. ഒരിക്കലും നമ്മൾ പരിശുദ്ധരാണ്, വിശുദ്ധരാണ് എന്ന് ചമഞ്ഞ് കാപട്യത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മെപ്പോലെ നമുക്ക് ചുറ്റും 100 കണക്കിന് ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്, തകർച്ചയിലേക്ക് പോകുന്നുണ്ട്. വലിയ ഇടയനായ യേശുക്രിസ്തു ഈ ഉപമയിൽ പറയുന്നത് പോലെ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തിരഞ്ഞു പോകുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോഴാണ് നാം ശരിയായ ദൈവമക്കളായി, വിശ്വാസികളായി, പ്രാർത്ഥന മനുഷ്യരായി മാറുന്നത്. ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ താഴെ കൃത്യമായി പറയുന്നുണ്ട്. ധാരാളം റബ്ബിമാര് ആ സമയത്ത് വിശ്വസിച്ചിരുന്നൊരു കാര്യം, ശരിയായ രീതിയിൽ പാപമോചനത്തിന് വേണ്ടി എത്തുന്ന പാപികളെ മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ എന്നായിരുന്നു. അതായത്
പുരോഹിതന്റെ അരികിലേക്ക് എത്തട്ടെ, ദൈവത്തിൻ്റെ അരികിലേക്ക് എത്തട്ടെ. അപ്പം ദൈവം അദ്ദേഹത്തെ കൈക്കൊള്ളും. ശരിയായ രീതിയിൽ ആളുകൾ, പാപികളായിട്ടുള്ള ആളുകൾ ശരിയായ വഴിയിലൂടെ ദൈവത്തിൻ്റെ അരികിലേക്ക് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ആ കാലഘട്ടത്തിൽ റബ്ബിമാർക്കുണ്ടായിരുന്നു. ആ ഒരു ചിന്തയെ പൊളിച്ചെഴുതിക്കൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, നല്ല ഇടയൻ നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിപ്പോകും. ഇടയനെ തേടിയല്ല ആട് വരുന്നത്, ആടിനെ തേടി ഇടയൻ പോകുന്ന കാഴ്ച എത്ര മനോഹരമായ കാഴ്ചയാണ്. ആ ഇടയൻ്റെ മനസ്സിൽ പരിപൂർണമായ സന്തോഷമുണ്ടാകുന്നത് നഷ്ടപ്പെട്ടു പോയ ആട് തനിക്ക് മടങ്ങി കിട്ടുമ്പോഴാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ദൈവത്തിൻ്റെ തിരുമനസ്സിനെ മുറിവേൽപ്പിച്ച് ആരെങ്കിലും മടങ്ങിപ്പോയി ഒരു ദൂരവാസം ചെയ്യുന്നവരെ പോലെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന് സന്തോഷമുണ്ടാകുന്നത് നിങ്ങളെ അവൻ കാണുമ്പോഴാണ്, നിങ്ങളെ അവൻ തിരഞ്ഞു പിടിച്ച് മടക്കിക്കൊണ്ടുവരുമ്പോഴാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ചിലരുടെ അരികിലേക്ക് ഈ ദിവസങ്ങളിൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്. ആ നല്ല ഇടയൻ്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ഹി സെർച്ചസ് ആഫ്റ്റർ ദം, നഷ്ടപ്പെട്ടു പോയ ആടിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ദൈവം, പാപിയുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ദൈവം, വേശ്യകളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ദൈവം, ട്രാൻസ്ജെൻഡേഴ്സിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ദൈവം. പലപ്പോഴും നമ്മൾ പറയുന്ന ആ ഒരു ഡെഫിനിഷൻസിനകത്ത് നിന്നല്ല യേശു കർത്താവ് പ്രവർത്തിക്കുന്നത്, മറിച്ച് നമ്മൾ പറയുന്ന അത്തരം നിർവചനങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ള മഹാദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്നുള്ള കൃത്യമായ സത്യം എന്ന പകൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ചാട്ടെ, ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടെത്തി അതിനെ തോളിലേറ്റി വരുന്ന നല്ല ഇടയനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നഷ്ടപ്പെട്ടു പോയ ആളിനെ സംബന്ധിച്ച് he may have lost his strength and ability, he may not walk properly. നഷ്ടപ്പെട്ടു പോയ അയാളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അയാൾക്ക് നന്നായി നടക്കാൻ കഴിയില്ല, അയാൾക്ക് ശേഷിയില്ല. അത് കൃത്യമായി ഇടയൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇടയൻ എന്ത് ചെയ്യുന്നു? ആ ആടിനെ എടുത്ത് തോളിൽ വെച്ച് ചുമന്നു കൊണ്ടുവരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് അവിടെ. അതുപോലെ തിരികെ വരുമ്പോൾ വലിയ സന്തോഷമാണ് ആളുകൾക്ക് ഉണ്ടാവുന്നത്. യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ അകത്തുണ്ടായിരുന്ന ധാരാളം സെക്റ്റുകൾ, അത് പരീശന്മാരാവാം, സദൂക്യരാവാം, എരിവുകാരാകാം, അങ്ങനെ ധാരാളം സെക്റ്റുകൾ, ധാരാളം വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സമയത്ത് യെരുശലേമിൽ, ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, അന്നുണ്ടായിരുന്ന മതനേതാക്കളെ സംബന്ധിച്ച് അവർ മനുഷ്യനെ രണ്ട് ക്ലാസ്സായി, രണ്ട് വിഭാഗമായി തരം താഴ്ത്തി നിർത്തിയിരുന്നു. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ദി അൺക്ലീൻ, അശുദ്ധരായ ആളുകൾ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ദ റൈച്ചസ്, നീതിമാന്മാരായ ആളുകൾ. അപ്പോൾ അൺക്ലീൻ ആയിട്ടുള്ള ആളുകൾ, അത് കുഷ്ഠരോഗിയാണ്, അത് പാപിയാണ്, അത് വേശ്യയാണ്, അത് ട്രാൻസ്ജെൻഡറാണ്, നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത, ന്യായപ്രമാണത്തിനകത്തിടമില്ലാത്ത നൂറുകണക്കിന് അശുദ്ധരായ ആളുകളെ അശുദ്ധരെന്ന പേര് പറഞ്ഞ മാറ്റി നിർത്തിയ ഒരു കൂട്ട സമൂഹം അവരെ മാറ്റി നിർത്തുന്നു. അവർ അശുദ്ധരാണ്, അവരൊരിക്കലും ശുദ്ധി പ്രാപിക്കാൻ കഴിയാത്തവരാണ്, അവർ ഒരിക്കലും ആരാധിപ്പാൻ യോഗ്യത ഉള്ളവരല്ല, അവർക്കൊരിക്കലും പൊതുനിരത്തുകളിൽ മാന്യമായി മര്യാദയ്ക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമില്ല. അവരെപ്പോഴും മോശയുടെ ന്യായപ്രമാണത്തിനകത്തുള്ള ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട്, മനുഷ്യത്വം മരവിക്കപ്പെട്ട്, മനസ്സ് തണുത്ത്, ജീവിതം മുഴുവൻ തകർന്ന ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ ഒരു കൂട്ടം ആളുകളാണ് ദ റൈച്ചസ്, നീതിമാന്മാരെന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ ആ കാലഘട്ടത്തിലെ മതനേതാക്കന്മാർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, അവർ പറയുന്നത് അൺക്ലീൻ ആയിട്ടുള്ള ആളുകളുടെ അരികിൽ നിന്ന് നമ്മളെപ്പോഴും മാറി നിൽക്കണം. So they promoted a complete separation from the unclean. സമ്പ്രദായമാണ് ആളുകളെ അശുദ്ധരായി പ്രഖ്യാപിക്കുന്നത്. ഇന്നും
വളരെ സന്തോഷത്തോടെ, വളരെ ആർജവത്തോടെ പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും ഒക്കെ വരുന്ന പല ആളുകളെ നമ്മൾ അശുദ്ധരായി കൽപ്പിച്ച് മാറ്റി നിർത്താറുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു സന്ദേശം നമ്മൾ അവരുടെ കാതിൽ നമ്മൾ പലപ്പോഴും നൽകി കൊടുക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, വിശുദ്ധനാരുമില്ല, ഒരുത്തൻ പോലുമില്ല. നാം ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിലേക്ക് എത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ്. ഈ ഭൂമിയിൽ ഇന്ന് വരെ ഒരു വിശുദ്ധരും ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. അതിനോട് ചേർത്ത് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധി എന്ന് പറയുന്നത് അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവരവർ കെട്ടിപ്പടുക്കുന്ന കാര്യമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഞാൻ വിശുദ്ധനാണ് എന്ന് പറഞ്ഞ് എൻ്റെ വിശുദ്ധി, ആ സോക്കോൾഡ് വിശുദ്ധി ഉപയോഗിച്ച് ഞാൻ ഒരിക്കലും ഇവിടെ ആ ഒരു വിശുദ്ധിയെ വാണിജ്യവൽക്കരണം ചെയ്യാൻ എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വിശുദ്ധനാണ് എങ്കിൽ നിങ്ങളും ദൈവവുമായിട്ടുള്ള ഇടപാട് മാത്രമാണ്. അതെന്ന് മനസ്സിലാക്കണം. പുറത്ത് അശുദ്ധരെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അവർ അശുദ്ധരാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. അതാണ് ദൈവത്തിൻ്റെ വിശാലമായ ഹൃദയം, വിശാലമായ മനസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നോക്കൂ, ഒരു പാവി 99 ആളുകൾ നഷ്ടപ്പെട്ടു. Over one sinner who repents than over 29 just persons who needed no repentance. ഇന്നിവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 99% ആളുകളും സഭാ രജിസ്റ്ററിൽ പേരുള്ളവരാണ്, ദശാംശം കൊടുക്കുന്നവരാണ്, സ്തോത്ര കാഴ്ച കൊടുക്കുന്നവരാണ്, കൈയടിക്കുന്നവരാണ്, ആരാധനയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്, സിസ്റ്റം പറയുന്നതെല്ലാം ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് ആവശ്യം പശ്ചാത്താപ ഹൃദയമില്ലാത്ത 99 പേരെ അല്ല. ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരെയാണ് ദൈവത്തിന് ആവശ്യം. അവരെ മടക്കിക്കൊണ്ടുവരാനാണ് ദൈവത്തിന് താല്പര്യം. അല്ലാതെ അത് സോക്കോൾഡായിട്ടുള്ള വിശുദ്ധരെന്ന് നടിക്കുന്ന 99% ആളുകളെ കൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല, പ്രത്യേകിച്ച് ദൈവത്തിനൊരു സന്തോഷവും ഉണ്ടാകുന്നില്ല. മറിച്ച് പാപിയായ ഒരു മനുഷ്യൻ പാപമോചനത്തിന് വേണ്ടി ദൈവം അവനെ കണ്ടെത്തുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് വലിയ സന്തോഷം ഉണ്ടാകുന്നത്. ഇവിടെ നോക്കിയേ, though the sheep does nothing to rescue himself or repent, Jesus mentioned the need for repentance in the last few words of this brief story. ഈ ഒരു ഉപമയിൽ അവസാനം യേശു പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പോയ ആട് ഒരിക്കലും രക്ഷപ്പെടാനായി ശ്രമിക്കുന്നില്ല, തിരികെ വരാനായി ശ്രമിക്കുന്നില്ല. എന്നാൽ യേശു പറയുന്നു അവന് മാനസാന്തരം ആവശ്യമാണ്, അവന് മടങ്ങി വരവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, the sheep doesn't repent but you need to when God finds you. ആട് ഒരിക്കലും മാനസാന്തരപ്പെടണമെന്നില്ല, എന്നാൽ ദൈവം നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മാനസാന്തര ജീവിതം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, മാറി വരുന്ന സാഹചര്യത്തിൽ, ഇന്നിൻ്റെ സാഹചര്യത്തിൽ ധാരാളം ആളുകൾ ലഹരിക്കടിമകളാണ്, മദ്യപാനികളാണ്, അതുപോലെ ദുർനടപ്പിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരാണ്, ദൈവവചനത്തിന് അനുസൃതമായി നീങ്ങാൻ ഇഷ്ടപ്പെടാത്തവരാണ്, കേവലം സമ്പ്രദായങ്ങളുടെ കീഴിൽ, സമ്പ്രദായങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ് അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്, പുറമേ വിശുദ്ധരെന്ന് നടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ശരിയായ മാനസാന്തരം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറയണം. കൃത്യമായി അകക്കണ്ണ് തുറന്നു നോക്കിയാൽ നിങ്ങളെ തേടി വരുന്ന ഒരു നല്ല ഇടയനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ മാനസാന്തരപ്പെട്ട ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ആത്മാർത്ഥമായ ബന്ധം നാം ഒന്നുകൂടെ പുതുക്കി ദൈവഹിതപ്രകാരം മുന്നോട്ട് ജീവിക്കുവാൻ നിങ്ങളെല്ലാം പ്രേരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ഹ്രസ്വമായ ദൈവവചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.